السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أشرف الوجود سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങൾ അവിടുന്ന് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം, പ്രത്യേകിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മുഹിബ്ബീങ്ങൾ, അവിടുത്തെ ആശിഖീങ്ങൾ, അവിടുത്തെ സ്നേഹിക്കുന്ന ആളുകൾ അവിടുത്തെ മദ്ഹുകൾ ധാരാളം പറയാനും പാടാനും പ്രചരിപ്പിക്കാനുമൊക്കെ പ്രത്യേകം ശ്രമിക്കുന്ന ഒരു പുണ്യമാക്കപ്പെട്ട മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ എത്ര തന്നെ പറഞ്ഞാലും അത് പറഞ്ഞു തീർക്കുക ഒരാളെ കൊണ്ടും സാധ്യമല്ലല്ലോ. പലരും ശ്രമിച്ചുവെങ്കിലും പക്ഷേ അവരെല്ലാവരും അവസാനം എത്തിയത് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ഉത്തമരായവരാണ് എന്ന് പറഞ്ഞു നിർത്തുകയല്ലാതെ അവിടുത്തെ മദ്ഹുകൾ എത്ര തന്നെ പറഞ്ഞാലും അവിടുത്തെ വിശേഷണങ്ങൾ എത്ര തന്നെ പാടിയാലും അത് പറഞ്ഞു തീർക്കാൻ, പാടിത്തീർക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമേ അല്ല. അത്രത്തോളം വിശാലമാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ സംബന്ധിച്ച് എത്രയോ മഹാന്മാരാണ്, എത്രയെത്ര മഹത്തുക്കളാണ് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയത്. പക്ഷേ അവർക്കൊന്നും ആ ഗ്രന്ഥങ്ങളിലൂടെ ഒന്നും മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമാർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം മഹത്തമായ ഒരു ജീവിതമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അവിടത്തേക്ക് നുബുവത്ത് ലഭിക്കുന്ന 40-ാമത്തെ വയസ്സിലാണെങ്കിൽ അതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ശത്രുക്കൾക്ക് പോലും അവിശ്വാസികൾക്ക് പോലും മുത്തുനബിയെക്കുറിച്ച് അവർക്കെല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാറുണ്ടായിരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനായിരുന്നു, വിശ്വസ്തനാണ്, ഒരിക്കലും വിശ്വാസവഞ്ചന അവിടുന്ന് കാണിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വാക്കോ അങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങളോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉണ്ടായതായി ഒരു അനുഭവം പറയാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഒരു സംഭവത്തിൽ നമുക്കത് കാണാൻ കഴിയും. അഥവാ വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, അങ്ങയുടെ കുടുംബത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അവരോട് ദഅവത്ത് നടത്തണം. വരാനിരിക്കുന്ന ഭയാനകരമായ അദാബിനെ സംബന്ധിച്ച്, വിശ്വസിക്കാതിരുന്നാൽ വരാനിരിക്കുന്ന അദാബിനെ സംബന്ധിച്ച് അവരോട് മുൻകൂട്ടി അറിയിക്കണമെന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ പതിവ് പോലെ, അഥവാ പ്രധാനപ്പെട്ട ഒരു വിഷയം ജനങ്ങളോട് പറയണമെങ്കിൽ ഒരു വലിയ കുന്നിന് മുകളിൽ മറ്റ് കയറിക്കൊണ്ട് ഉച്ചത്തിൽ അവരെ വിളിച്ചു വരുത്തി അങ്ങനെയായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. അതേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അവരെ വിളിച്ചു, ഓരോ ഗോത്രക്കാരെയും വിളിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നുണ്ട്, അറഅയ്തുക്കും, നിങ്ങൾ എന്നോട് പറഞ്ഞു തരൂ, അഖ്ബർതുക്കും അന്ന ഖൈലൻ ബിൽ വാദി തഗയ്യറ അലൈക്കും, ഈ കാണുന്ന മലയുടെ അപ്പുറത്തു നിന്നും ഒരു കുതിരസംഘം, ഒരു പട്ടാളക്കാർ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ഹബീബ് സല്ലല്ലാഹു ഖാലു, അവർ ഒന്നടങ്കം പറഞ്ഞു, നഅം, അതേ, ഞങ്ങൾ വിശ്വസിക്കും. കാരണം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, ഞങ്ങൾക്കൊരു അനുഭവം പറയാൻ അങ്ങ് സത്യമല്ലാതെ ഒരസത്യം പറഞ്ഞതായി, ഒരു കളവ് പറഞ്ഞതായി, ഒരു വഞ്ചന നടത്തിയതായി ഒരിക്കലും ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു അനുഭവമില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് പറയുന്നത് ഞങ്ങൾ 100% വിശ്വസിക്കുമെന്ന് ശത്രുക്കൾ പോലും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചവരായിരുന്നു, അംഗീകരിച്ചവരായിരുന്നു എന്ന് ഇമാം ബുഖാരി ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം സത്യസന്ധനായിക്കൊണ്ടാണ് നുബുവത്തിന് മുമ്പ് തന്നെ, പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധനായിരുന്നു എന്ന് ഈ ഹദീസ് വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ മദ്ഹുകൾ ധാരാളം പറയാനും അത് പ്രചരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി അവിടുത്തെയുള്ള ഹുബ്ബ്, അവിടുത്തെയുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും കാരണമായ റബ്ബ് നമുക്കെല്ലാവർക്കും വലിയ തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.